നമസ്കാരം. ശ്രീരാഗം ആസ്ട്രോളജിയിലേക്ക് ഏവർക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ്, ചൊവ്വാഴ്ച ദിവസം. കേവലം ഒരു ദിവസം എന്നതിലുപരി ഗ്രഹനില പ്രകാരം നോക്കുമ്പോൾ വളരെ നിർണായകമായ ചില മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്ന ഒരു ദിവസം എന്ന് വേണം നാളത്തെ ദിനത്തെ വിശേഷിപ്പിക്കുവാൻ. കാരണം എന്തെന്നാൽ പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന, അതല്ലെങ്കിൽ ഒരുപാട് നാളുകളായി കേൾക്കാൻ ആഗ്രഹിച്ച ചില വാർത്തകൾ നിങ്ങളെ തേടി വന്നെത്തുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ വരാൻ പോകുന്നത് എന്നത് നിസ്സംശയം പറയാനായി സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നാളത്തെ നക്ഷത്രം മകമാണ്. അപ്പോൾ മകം നക്ഷത്രം നാളെ വരാനിരിക്കെ അത് ഏതൊക്കെ രീതിയിലാണ് ഓരോ നക്ഷത്രക്കാരെ സ്വാധീനിക്കുന്നത്, അതിന്റെ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കാം. ആദ്യമായി നാളത്തെ ദിവസം സംഭവിക്കാൻ പോകുന്ന പ്രത്യേകതകൾ, അതായത് നാളെ ചൊവ്വാഴ്ചയാണ്. പഞ്ചാംഗ പ്രകാരം നോക്കുമ്പോൾ കൃഷ്ണപക്ഷ ദ്വിതീയ തിഥിയാണ് നാളെ വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാളത്തെ നക്ഷത്രമാണ്. അതായത് നാളെ മകം നക്ഷത്രമാണ്. ചിങ്ങം രാശിയിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രൻ ചിങ്ങൻ രാശിയിലാണ്, കേതുവിന്റെ നക്ഷത്രമായ മകത്തിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒപ്പം തന്നെ കേതുവും ചിങ്ങം രാശിയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അതായത് നാളെ ചന്ദ്രനും കേതുവും തമ്മിലുള്ള ഒരു യോഗം തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മനുഷ്യരുടെ, ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇത് മനസ്സിനെ വല്ലാതെ പല കാര്യങ്ങളിലേക്കും സ്വാധീനിക്കുന്ന ഒരു സമയവും ദിവസവും ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കൂടാതെ ആദിത്യ, അതായത് ഭഗവാൻ സൂര്യൻ മകരം രാശിയിൽ സഞ്ചരിക്കുകയാണ്. മീനം രാശിയിൽ ശനി വക്രഗതിയിൽ അല്ലാതെയാണ് നിൽക്കുന്നതെങ്കിൽ പോലും വ്യാഴം മിഥുനം രാശിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തെന്നാൽ ബുധനും രാഹുവും കുംഭം രാശിയിൽ, അതായത് ബുധൻ കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. എന്നാൽ രാഹു നേരത്തെ തന്നെ കുംഭം രാശിയിലാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നാളെ മുതൽ ഈ ബുധനും രാഹുവും ഒന്നിച്ചു ചേരുന്നതിന്റെ ഫലമായി ഒരു യോഗം രൂപം കൊള്ളുന്നുണ്ട്. അതിന്റെ ഫലം എന്നോണം ബുദ്ധിപരമായ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒരു ദിവസം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു മാറ്റം കൂടിയാണ് നാളെ സംഭവിക്കാനായി പോകുന്നത്. അപ്പോൾ ഇത് ലളിതമായി പറയുകയാണെങ്കിൽ മകം നക്ഷത്രം പിതൃക്കളുടെ നക്ഷത്രം കൂടിയാണ്. പിതൃക്കളുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ, അതായത് പിതൃക്കളുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഉള്ളവരുമായിരിക്കും മകം നക്ഷത്രക്കാരായ ആളുകൾ. അപ്പോൾ ചൊവ്വാഴ്ച എന്നത് ദേവീപ്രീതിക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ്. മനസ്സിൽ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അത് ഭഗവതിയുടെ, അമ്മ മഹാമായിയുടെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ സഫലമാകുന്ന ഒരു ദിവസം കൂടിയാണ് ചൊവ്വാഴ്ച. അപ്പോൾ ചൊവ്വാദോഷ പരിഹാരങ്ങൾക്കും ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ്. എന്നാൽ ചിങ്ങം രാശിയിൽ ചന്ദ്രനും കേതുവും ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് നാളെ പലർക്കും ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ കഴിയാത്തതായ ഒരു അവസ്ഥ, പലർക്കും എന്ന് ഉദ്ദേശിക്കുന്നത് ചില നക്ഷത്രക്കാർക്ക് ഒരു മെന്റൽ കൺഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിന് ഇംഗ്ലീഷിൽ പറയാൻ സാധിക്കും. അതായത് പല കാര്യങ്ങൾ എടുക്കുമ്പോഴും ശരിയാകുമോ തെറ്റാകുമോ എന്നൊരു കൺഫ്യൂഷൻ കൂടുതലായി വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു സ്പിരിച്വൽ ആയിട്ട്, ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ അപാരമായ ഒരു സ്ഥിതി ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ വരാൻ പോകുന്നത്. അപ്പോൾ നാളെ ഉണ്ടാകുന്ന ഈ ഗ്രഹങ്ങളുടെ ഒരു നിൽപ്പ് നിമിത്തം പ്രധാനമായി 2 യോഗങ്ങൾ സംഭവിക്കുന്നു എന്നതാണ് നമുക്കിവിടെ വ്യക്തമാകുന്നത്. ഒന്നാമതായി ചന്ദ്രകേതു യോഗ, അതായത് ചിങ്ങൻ രാശിയിൽ ഇത് സംഭവിക്കുകയാണ്. പലർക്കും ഇതിന്റെ ഫലമായി, പലർക്കും എന്ന് പറയുമ്പോൾ നമ്മൾ ആ നക്ഷത്രക്കാരെ പറയുന്നുണ്ട്. അതിൽ ചില നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഒരു ഒറ്റപ്പെടലൊക്കെ അനുഭവപ്പെടും. അതായത് എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, ഞാൻ പറയുന്നത് ആരും ശ്രദ്ധിക്കുന്നില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല എന്ന തോന്നലൊക്കെ വരാനുള്ള സാധ്യത ശക്തമായിട്ട് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതിന്, ചില മന്ത്രോച്ചാരണങ്ങൾ അല്ലെങ്കിൽ മന്ത്രസാധനങ്ങളൊക്കെ ചെയ്യുന്നതിനും ഏറ്റവും ഒരു മികച്ച ദിവസമാണ് നാളെ വരാൻ പോകുന്നത്. ഇനി രണ്ടാമതായി ഉള്ള യോഗം എന്ന് പറയുമ്പോൾ കുംഭം രാശിയിൽ ആരംഭിക്കുന്ന ബുധ രാഹു സംയോഗം കൂടി ഉണ്ടാകുന്നു. ബുധൻ എന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധി, അതായത് ബ്രെയിൻ, കമ്മ്യൂണിക്കേഷൻ, ഇതിന്റെയൊക്കെ ആളാണല്ലോ, കാരകത്വമുള്ള ആളാണ്. എന്നാൽ രാഹു എന്താണ്, നമുക്കൊരു മായാ ലോകത്തെ സൃഷ്ടിക്കും. എന്താണ് ഇതിന് പറയും, ഇല്യൂഷൻ എന്ന് പറയും. ഒരു മായാ ലോകത്തെ സൃഷ്ടിക്കുന്ന ഒരു മായ ഗ്രഹം കൂടിയാകുന്നുണ്ട് ഇവിടെ രാഹു. അപ്പോൾ നാളെ മുതൽ ആശയവിനിമയത്തിൽ ചില പിഴവുകളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയും ഇവിടെ വരാൻ
കാരണമാകുന്നുണ്ട്. അപ്പോൾ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, അതേപോലെ ഷെയർ മാർക്കറ്റ് തുടങ്ങിയ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നാളെ അപ്രതീക്ഷിതമായി ചില ലാഭങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. എന്നാൽ ചില സാങ്കേതിക തകരാറുകൾ അതോടൊപ്പം സംഭവം, അതായത് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം പെട്ടെന്നൊന്ന് ബ്രേക്ക് ഡൗൺ ആവുകയോ അല്ലെങ്കിൽ വർക്കൊന്ന് മുടങ്ങുകയോ ഒക്കെ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുകയും ചെയ്യുന്നുണ്ട്. വലിയ ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യത ബിസിനസ് ഷെയർ മാർക്കറ്റിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഓഫറുകളൊക്കെ കണ്ട് എടുത്തു ചാടി തീരുമാനം എടുക്കാതിരിക്കാനും നാളത്തെ ദിവസം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ആ നക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് കിടക്കാം. അതായത് നാളത്തെ ദിവസം ആർക്കൊക്കെയാണ് ഗുണകരമായ ഫലങ്ങൾ, അല്ലെങ്കിൽ ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നപ്പോൾ ശ്രദ്ധിക്കേണ്ട നക്ഷത്രക്കാരെ തന്നെ നമുക്ക് ആദ്യം നോക്കാം. ഏറ്റവും കൂടുതൽ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് മകം, പൂരം, ഉത്രം, അതായത് ചിങ്ങം രാശിക്കാരാണ്. കാരണം എന്തെന്നാൽ ചന്ദ്രനും കേതുവും നിങ്ങളുടെ രാശിയിൽ തന്നെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ, അത് ആരുമായിട്ടും, വീട്ടിനകത്തുള്ളവരാകട്ടെ, ജോലി സ്ഥലത്തുള്ളവരാകട്ടെ, പുറത്തുള്ളവരാകട്ടെ, നമുക്ക് ഒരു പരിചയമില്ലാത്തവരാകട്ടെ, ആരുമായും വാദപ്രതിവാദങ്ങൾക്ക് പോകരുത്. ആരോഗ്യകാര്യങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ അസ്വസ്ഥതകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ വാഹനം ഓടിക്കുമ്പോഴും ഈ ചിങ്ങം രാശിക്കാരായ ആളുകൾ നാളത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ശ്രദ്ധിക്കേണ്ടത് കുംഭം രാശിക്കാരാണ്. അവിട്ടം, ചതയം, പൂരുരുട്ടാതി നക്ഷത്രക്കാര് നാളത്തെ ദിവസം സാമ്പത്തിക ഇടപാടുകളിൽ വളരെ ജാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ബുധൻ നിങ്ങളുടെ രാശിയിലേക്ക് മാറുന്നതിനാൽ തന്നെ ചില തെറ്റിദ്ധാരണകളൊക്കെ, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന അവസ്ഥയിലേക്കൊക്കെ വരാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നാളത്തെ ദിവസം ഗുണഫലങ്ങൾ ലഭിക്കുന്ന നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം. നാളെ നക്ഷത്രം മകമായതുകൊണ്ട് തന്നെ കേതുവിന്റെയും ചൊവ്വയുടെയും സ്വാധീനം അനുകൂലമായി വരുന്നത് കൊണ്ട് അഗ്നിരാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടക്കൂറുകാർക്ക് നാളെ തൊഴിൽപരമായി അംഗീകാരമൊക്കെ ലഭിക്കും. ഏതെങ്കിലും ജോലിക്ക് ആപ്ലിക്കേഷനൊക്കെ അയച്ചിട്ട് കാത്തിരിക്കുകയാണെങ്കിലും അത് നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് എന്ന ചില ലെറ്ററുകളൊക്കെ ലഭിക്കാൻ സാധ്യത കാണുന്നുണ്ട്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടിയാണ് നാളെ. ഇനി മൂലം, പൂരാട, ഉത്രാട നക്ഷത്രക്കാർക്കും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. വിദേശത്ത് നിന്ന് നല്ല വാർത്തകൾ ശ്രവിക്കാനും അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നാളത്തെ ദിവസം ഗുണമാണ്. ആത്മീയ യാത്രകൾക്ക് യോഗം കാണുന്നുണ്ട്. കൂടാതെ നിങ്ങൾ നാളത്തെ ദിവസം ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നത് വളരെയധികം ഫലം നിങ്ങൾക്ക് ഭാവിയിൽ നൽകുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും ഗുണകരമായ ഫലങ്ങൾ ലഭിക്കുന്നവരും അല്പം സൂക്ഷിക്കേണ്ടവരെ കുറിച്ചും പറഞ്ഞു. അപ്പോൾ ഇതിന് രണ്ടിനും ഇടയിലുള്ള ഇടത്തരം ഫലങ്ങൾ ലഭിക്കുന്ന കുറച്ച് നക്ഷത്രക്കാരെ കുറിച്ച് നമുക്ക് നോക്കാം. അതായത് മിഥുനം, തുലാം രാശിക്കാരായ ആളുകൾക്ക് നാളെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളായിരിക്കും. അതായത് ചില ഐഡിയകളൊക്കെ മനസ്സിൽ ഉദിക്കാൻ സാധ്യത കൂടുതലാണെങ്കിൽ പോലും അത് പ്രാവർത്തികമാക്കുന്നതിന് ചെറിയ തടസ്സങ്ങളൊക്കെ നാളത്തെ ദിവസം വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി നാളത്തെ ദിവസം ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് നോക്കുകയാണെങ്കിൽ, നാളെ പ്രധാനപ്പെട്ട എഗ്രിമെന്റുകളിലൊന്നും ഒപ്പുവയ്ക്കുന്നതിന് അത്ര അനുകൂലമായ ദിവസം ആയിട്ട് കാണുന്നില്ല. അത് 27 നക്ഷത്രക്കാരുടെ കാര്യവും പറയുമ്പോഴാണ്, അതല്ല ഇന്ന നക്ഷത്രം എന്ന് പറയുകയല്ല. കാരണം എന്തെന്നാൽ ബുധ രാഹു യോഗം ഉള്ളത് കൊണ്ടാണ് നാളത്തെ ദിവസം, അതായത് ഒരു എഗ്രിമെന്റുകൾ സൈൻ ചെയ്യുന്നതിനൊന്നും അത്ര അനുകൂലമായ ഒരു ദിവസമല്ല. പിന്നെ ചെയ്തേ മതിയാവൂ എങ്കിൽ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു ഇഷ്ടദേവനെ ഒന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു വഴിപാടൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പങ്കാളിയുമായി വഴക്ക്, പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് ചൊവ്വാഴ്ചയാണ്, മകം നക്ഷത്രം കൂടി ആയതിനാൽ തന്നെ അല്പം ഒരു ദേഷ്യം, ശാഠ്യം ഇതൊക്കെ കൂടാൻ സാധ്യത ദമ്പതികൾക്കിടയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് അതും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി നാളെ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം മദ്യപാനം, അതല്ലെങ്കിൽ മറ്റ് ലഹരികളൊക്കെ ഉപയോഗിക്കുന്നതും വലിയ ദോഷത്തിനുള്ള സാധ്യത കൂടുതലാക്കി കാണുന്നുണ്ട്. കാരണം കേതു ബലവാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ അതേപോലെ ബലമുള്ള ദോഷങ്ങളെയും കൊണ്ടുവരും എന്നതുകൂടി മനസ്സിലാക്കുക. അപ്പോൾ ചെയ്യേണ്ട ചില പരിഹാരങ്ങൾ, അതായത് നാളത്തെ ദിവസം നമ്മൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലാത്തവയുണ്ട്, അത് ചെയ്തേ മതിയാവും. അതായത് നാളത്തെ പേപ്പർ വർക്ക് നാളെ തന്നെ പൂർത്തീകരിച്ച് കൊടുക്കണം എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ ചില പരിഹാരങ്ങൾ കൂടിയുണ്ട്, അതുകൂടി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നാളെ ചൊവ്വാഴ്ച, മകനക്ഷത്രം കൂടിയാണ്. ദേവി ഉപാസനയ്ക്ക് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഒരു വസ്തുവുമായി ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് നാളത്തെ ദിവസം സൈൻ ചെയ്തേ മതിയാകൂ. പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ ദേവിയെ സ്മരിച്ച്, അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിലെ ദേവിയാകാം അല്ലെങ്കിൽ കുടുംബ
പരദേവതയെ സ്മരിച്ചുകൊണ്ട് നിങ്ങൾ അത് സൈൻ ചെയ്തോളൂ, കുഴപ്പമില്ല. അവിടേക്കൊരു നേർച്ച ഒന്നും വേണ്ട, 1 രൂപ മനസ്സിലൊന്ന് സങ്കല്പിച്ച് അമ്മയെ ഞാൻ ആ തിരുനടയിൽ സമർപ്പിച്ചേക്കാം, ഇതെനിക്ക് ചെയ്തേ മതിയാകൂ, അതുകൊണ്ടാണ് ചെയ്യുന്നത് എന്നൊന്ന് ക്ഷമാപണം പോലെ നടത്തി നിങ്ങൾക്ക് അത് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. നാളെ രാവിലെ തന്നെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ അതല്ലെങ്കിൽ ദുർഗാക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാണ്. ഇന്ന നക്ഷത്രക്കാർക്കെന്നല്ല, 27 നക്ഷത്രക്കാർക്കും. കാരണം എന്തെന്നാൽ നാളെ ദേവി പ്രീതികരമായ ദിവസമാണ്, ചൊവ്വാഴ്ച കൂടിയാണ്. അപ്പോൾ ദുർഗാക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ ഭദ്രകാളി ക്ഷേത്ര ദർശനമോ നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ഭദ്രകാളിക്ക് രക്തപുഷ്പാഞ്ജലി കഴിക്കുന്നതും ശത്രുതാഭാവത്തോടെ നമുക്ക് ആര് നിൽക്കുന്നെങ്കിലും അത് ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കുന്നവരാണെങ്കിൽ അതൊക്കെ മാറുന്നതിന് സഹായിക്കുന്നതാണ്. ഇനി സന്ധ്യാസമയത്ത് വീടിന്റെ തെക്ക് ഭാഗത്തായി എള്ളെണ്ണ ഒഴിച്ചൊരു തിരിയൊക്കെ ഇട്ട് കത്തിക്കുന്നത് ഉത്തമമായിരിക്കും. അത് പിതൃപ്രീതിക്ക് ഉത്തമമാണ്. കാരണം മകം പിതൃക്കളുടെ നക്ഷത്രം കൂടിയാണ്. അപ്പോൾ ഇനി നാളെ ജപിക്കാൻ ഏറ്റവും ശക്തമായ മന്ത്രം കൂടി ഒന്ന് പറഞ്ഞു തരാം. അതായത് ദേവി മഹാത്മ്യത്തിലെ ശ്ലോകങ്ങൾ ജപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം ജപിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ലളിതമായ ഏത് മന്ത്രവും ദേവിപ്രീതികരമായ മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. ഇനി കേതു ദോഷം മാറാനായിട്ടും നിങ്ങൾക്ക് നാളത്തെ ദിവസം ലളിത മന്ത്രങ്ങളൊക്കെ ജപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഗം ഗണപതിയെ നമഃ എന്ന 108 ഒരു നാളത്തെ ദിവസം വൈകുന്നേരം മനഃശാന്തിയൊക്കെ ഉണ്ടാകുന്നതിനും നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ്. അപ്പോൾ ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ ഇതിലേക്ക് കൂടുതലായി ഇറങ്ങുമ്പോഴായിരിക്കും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ പറയാറുണ്ട്, ചില ദിവസങ്ങളിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്താൽ പോലും അത് എല്ലാം തെറ്റിപ്പോകുന്നു, ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് എന്തോ മറവി വരുന്നു, ഇതൊക്കെ പറയാൻ നമ്മുടെ കുറ്റമല്ല. ഒരു ദിവസത്തിൻ്റെതായ പല പോസിറ്റിവിറ്റികളും നെഗറ്റിവിറ്റികളും നമ്മളിലേക്ക് വന്ന് കയറാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മുന്നേ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതിൽ നിന്നാണ് നമുക്ക് അവോയ്ഡായി നിൽക്കുക, അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് നമ്മൾ ദൂരേക്ക് മാറേണ്ടത്, ഏതൊക്കെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവബോധം ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായം ഏവർക്കും ഗുണകരമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ കാണുന്നതുവരെ നന്ദി.